അറ്റകുറ്റപ്പണികൾക്കായി അടച്ച ചാലക്കുടി പാലത്തിൽ ബലപരിശോധന തുടങ്ങിയിരിക്കുകയാണ്. തൃശൂർ ഭാഗത്തേക്കുള്ള പാലത്തിലാണ് ബലപരിശോധന നടക്കുന്നത്. പാലം അടച്ച ആദ്യ ദിവസങ്ങളിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടെങ്കിലും ഇപ്പോൾ കാര്യമായിട്ടുള്ള ഗതാഗതക്കുരുക്കൊന്നുമില്ല. സ്ഥലത്ത് മുഴുവൻ സമയവും ട്രാഫിക് പോലീസ് സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾക്കായി ഇക്കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടോടുകൂടിയാണ് ചാലക്കുടി പാലത്തിൻ്റെ തൃശ്ശൂർ ദിശയിലേക്കുള്ള ഈ പാലം അടച്ചത്. അതിനുശേഷമുള്ള ഇപ്പോൾ ബലക്ഷയ പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടന്നു വരികയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഈ പരിശോധനയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്കിപ്പോൾ കാണാം, ഈ പാലത്തിൻ്റെ ഓരോ സ്ലാബുകളായിട്ട് പ്രത്യേകം തിരിച്ചിട്ടുണ്ട്. ഈ സ്ലാബുകളിലേക്ക് ആ കാണുന്ന ലോറികൾ, ആ ലോറികളിൽ നിന്ന് ഏകദേശം 25 ടൺ ഭാരം കയറ്റി ഓരോ സ്ലാബിലും എത്തിച്ച് ഈ ബലക്ഷയ പരിശോധന നടത്തുകയാണ്. അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി ഏകദേശം 24-ാം തീയതിയോടുകൂടി ഈ പാലം വീണ്ടും തുറന്നു നൽകാനാകും എന്നതാണ് NHAI വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ ഒരു സൈഡിലേക്ക് മാത്രം ഗതാഗതം മാറ്റിയതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗതാഗത കുരുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഗതാഗതം വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. ഒരു സൈഡിൽ കൂടി ആണെങ്കിൽ 2 വശത്തേക്കുള്ള വാഹനങ്ങളുടെ യാത്ര ഇപ്പോൾ തിരക്കില്ലാത്ത രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഈ സമയങ്ങളിലൊക്കെ വളരെ തിരക്കേറിയ സമയം കൂടിയാണ്. ആ സമയത്ത് പോലും വലിയ രീതിയിലുള്ള ബ്ലോക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകമായിട്ട് ഹൈവേ പോലീസ് കൃത്യമായ രീതിയിൽ പട്രോളിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ഈ വാഹനങ്ങൾ ചെറിയ തോതിൽ തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ബ്ലോക്ക് ഉണ്ടാകുകയും അത് പിന്നീട് ആ വാഹനം മാറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയിലാണ് തുടർന്ന് അങ്ങോട്ട് വലിയ ബ്ലോക്കിലേക്ക് കടക്കുന്നത്. അത്തരത്തിലേക്കുള്ളൊരു സാഹചര്യത്തിലേക്ക് പോലീസ് എത്തിക്കുന്ന നടപടിയിലേക്കും കടന്നിട്ടില്ല. എന്തായാലും പാലത്തിൻ്റെ ബലക്ഷയ പരിശോധന തൊട്ടിപ്പുറത്ത് നടക്കുന്നുണ്ട്. ഈ വരുന്ന 24-ന് ഈ പാലം വീണ്ടും തുറന്നു നൽകാനാകുമെന്നാണ് NHAI വ്യക്തമാക്കുന്നത്. ജോബിൻ തേക്കടിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.